പെരുമ്പാവൂർ കുറുപ്പമ്പടി പീഡന കേസിൽ പെൺകുട്ടിയുടെ അമ്മ റിമാൻഡിൽ ഇന്നലെ രാത്രിയാണ് കുറുപ്പമ്പടി പോലീസ് അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തിയോഫിൻ ഉണ്ട് വിശദാംശങ്ങളുമായി ഒരിക്കൽ കൂടി. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. തിയോഫിൻ, ഈ അമ്മയുടെ പങ്ക് വലിയ രീതിയിൽ ഉള്ളതാണ് എന്ന ഈ കേസിന്റെ അന്വേഷണ ഘട്ടത്തിൽ നിന്ന് തന്നെ വ്യക്തമാകിയിരുന്നു. അമ്മയുടെ കാമുകനാണ് ഈ പെൺകുട്ടികളെ 12ഉം 11ഉം വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചത്, നിഷ്കരുണം പീഡിപ്പിച്ചത്. അതിനുള്ള ഒത്താശയാണ് ഈ അമ്മ ചെയ്തു കൊടുത്തത്. നമ്മളെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. സ്വന്തം അമ്മ ഇത്തരത്തിൽ മക്കളെ പീഡിപ്പിക്കാനായി ഒത്താശ ചെയ്തു കൊടുക്കുന്നു. അതിന് പുറത്തുനിന്നൊരാളെ വിളിച്ചു വരുത്തി അതിന് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സമൂഹം ഏത് രീതിയിലാണ് അധപതിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കേണ്ട ഒരു ഘട്ടം കൂടിയാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ നടപടികൾ, ഈ പെൺകുട്ടികളുടെ അമ്മയെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള അന്വേഷണ നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു? വിനിഷ, നിലവിൽ ഈ കുട്ടികളുടെ അമ്മ റിമാൻഡിലാണ്. ഇന്നലെ രാത്രി തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. രാത്രി 10 മണിയോടുകൂടിയാണ് അമ്മയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. ഇന്നലെ പകൽ മുഴുവൻ വിശദമായി ഇവരെ ചോദ്യം ചെയ്തു. പക്ഷേ പലപ്പോഴും ഇവർ കുറ്റം സമ്മതിച്ചിരുന്നില്ല. പക്ഷേ നിർണായകമായത് കുട്ടികളുടെ മൊഴിയും കുട്ടികളുടെ സഹപാഠികളും അധ്യാപകരും നൽകിയ മൊഴി കൂടി ഇതിൽ വളരെ നിർണായകമായിരുന്നു. കുട്ടികൾ പറഞ്ഞത് തങ്ങളെ ഇയാൾ ഉപദ്രവിച്ചിരുന്നത്, അതായത് പ്രതിയായ ധനേഷ് അമ്മയുടെ സുഹൃത്താണ്. സൗഹൃദം സ്ഥാപിച്ച് ഇവരുടെ വീട്ടിലെത്തുകയും ആഴ്ച അവധി ദിവസങ്ങളിൽ, ശനി ഞായർ ദിവസങ്ങളിലൊക്കെ, അവധി ദിവസങ്ങളിലൊക്കെ ഇവരുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. അമ്മ പുറത്തു പോകുന്ന സമയത്ത് കുട്ടികളെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. കുട്ടികൾക്ക് മദ്യം നൽകിയിട്ടുണ്ട്, ഇതും പോലീസിന് വ്യക്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇയാളും ഈ ധനേഷും ഈ കുട്ടികളുടെ അമ്മയും ഇവർ ഒരുമിച്ച് മദ്യപിച്ചിട്ടുണ്ട്. അങ്ങനെ അതിനിടയിൽ കുട്ടികൾക്ക് മദ്യവും നൽകിയിട്ടുണ്ട്. പിന്നെയാണ് ഈ കുട്ടികളെ പീഡിപ്പിച്ചത്. അങ്ങനെ കുട്ടികൾക്ക് മദ്യം നൽകി, അതോടൊപ്പം തന്നെ പീഡന വിവരം അറിയാമായിരുന്നിട്ട് മറച്ചുവെച്ചു. ഈ 2 വകുപ്പുകൾ ചേർത്താണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം പുതിയ കേസ് അമ്മയ്ക്കെതിരെ എടുത്തിട്ടുള്ളത്. ഈ കേസിലാണ് ഇന്നലെ രാത്രി 10 മണിയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് രാത്രി തന്നെ കേസിൻ്റെ ഒരു ഗൗരവം കണക്കിലെടുത്ത് രാത്രി തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ഇവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. മജിസ്ട്രേറ്റിൻ്റെ പ്രത്യേക അനുമതി കൂടി വാങ്ങിയിട്ടായിരുന്നു ഇന്നലെ രാത്രി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിനൊരു കാരണം കൂടിയുണ്ട്. കുട്ടികൾ മജിസ്ട്രേറ്റിന് മുന്നിലാണ് കഴിഞ്ഞ ദിവസം മൊഴി നൽകിയത്. മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ മൊഴിയിലാണ് ഈ വിവരം, തങ്ങളെ ഇയാൾ പീഡിപ്പിച്ച വിവരം അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്ന വിവരം കുട്ടികൾ മജിസ്ട്രേറ്റിനോട് പറഞ്ഞിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് വിശദമായി തന്നെ ഇവരെ ചോദ്യം ചെയ്യുകയും ഇന്നലെ രാത്രിയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണിത്. കാരണം സാധാരണഗതിയിൽ പോലീസ് നടപടിയെടുത്തതിനൊരു കാരണം കൂടിയുണ്ട്. നിയമപ്രകാരം ഒരു പീഡന വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ അത് മറച്ചു വയ്ക്കാതെ പോലീസിനെ അറിയിക്കണമെന്നാണ് നിയമം. അതനുസരിച്ച് ഇവർ ആ വിവരം അറിഞ്ഞിട്ട് പോലും അത് മറച്ചു വെച്ചു, പോലീസിനെ അറിയിക്കാൻ തയ്യാറായില്ല. അതോടൊപ്പം തന്നെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് മദ്യം നൽകി, ഇതും ഇവർക്ക് അറിയാമായിരുന്നു. ഇവരുടെ കൂടി അറിവോടുകൂടിയായിരുന്നു കുട്ടികൾക്ക് മദ്യം നൽകിയത്. ഇത് 2 കൂടി ഉൾപ്പെടുത്തി 2 വകുപ്പുകളാണ് പ്രധാനമായും ചേർത്ത് അമ്മയ്ക്കെതിരെ കേസെടുത്തത്. നിലവിൽ അവർ റിമാൻഡിലാണ്. പ്രധാന പ്രതിയായ ധനേഷിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ഇനി കൂടുതൽ ശാസ്ത്രീയ അന്വേഷണത്തിനുള്ള ഒരു നീക്കത്തിലാണ്. കാരണം പീഡനം നടന്നതായി പറയുന്ന സ്ഥലങ്ങളിൽ ഇയാളെ കൊണ്ടുപോയി വിശദമായി ഇയാളോട് വിവരങ്ങൾ അന്വേഷിക്കും. മറ്റ് ശാസ്ത്രീയ തെളിവുകൾ കൂടി അന്വേഷിക്കാനുള്ള ഒരു നീക്കത്തിലാണ് പോലീസ്. ശരി, തിയോഫിനാണ് എറണാകുളത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.